Yes, yeah. Hello everyone. Welcome to Ahil's Academy. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിസർച്ച് ചാപ്റ്ററിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യും. വേരിയബിൾസ് വേരിയബിൾസ് ഇതുവരെ കേൾക്കാത്ത ആളുകളും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് അറിയുന്ന ആളുകളും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഞാൻ വേരിയബിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്സ് ഓഫ് വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതുപോലെ ഡിപെൻഡന്റ് വേരിയബിൾ. അതിനുശേഷം റീസെന്റ് ആയിട്ടുള്ള യു ജി സി നെറ്റിന്റെ PYQs അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ സിലബസ് അപ്ഡേഷന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതർ ടൈപ്സ് ഓഫ് വേരിയബിൾസും കൂടി ഉണ്ട്. ഓൾമോസ്റ്റ് 6 to 7 അതർ ടൈപ്സ് ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മൊത്തമായിട്ട് കാണുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ ഫോർ ഓൾ ദി പീപ്പിൾ. ഓക്കെ, കാരണം ഇതൊക്കെ ഒരു ഷോർട്ട് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മൊത്തം വീഡിയോ കാണുക. നോട്ട്സ് ഒരുപാട് എഴുതണമെന്നില്ല. നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് ഒക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈൻ. അപ്പോൾ ഞാൻ സമയം കളയുന്നത്, ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് വേരിയബിൾ? ആസ് യൂഷ്വൽ ഡെഫിനിഷൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മൾ എല്ലാ വർഷവും 2026 ഇപ്പൊ തുടക്കത്തില് നമ്മൾ എല്ലാ കൊല്ലം തീരുമാനിക്കുന്ന തീരുമാനങ്ങളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുമാനമായിരിക്കും എന്ത്? ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എൻ്റെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2026 ഞാനും നിങ്ങളും എല്ലാവരും എന്ത് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാനും വേണ്ടി. കുറച്ചും കൂടി ടെക്നിക്കൽ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ് എന്നുള്ള ഒരു ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് വൈ എന്നുള്ള ഒരു ഫാക്ടറിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ എന്ത് പറയാ, വേരിയബിൾ, വ്യതിയാനം, മാറ്റം, ചേഞ്ച് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേരിയബിൾ എന്ന കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ബാക്കിൽ പോയിട്ട് മുന്നോട്ടേക്ക് വന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആരിലോ ഡിപ്പെൻഡ് ആണല്ലേ. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, പിന്നെ കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണല്ലേ ഡിപ്പെൻഡൻസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആർക്കും ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കണം, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആരെയോ കീഴിൽ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ആരോ കീഴിൽ നിൽക്കുകയാണ്. അപ്പോ ഇവിടെ വെയിറ്റ് എന്നുള്ള ഒരു ഫാക്ടർ ആരുടെ കീഴിലാണ്? എക്സസൈസിന്റെ കീഴിലാണ്. എക്സസൈസ് എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം വെയിറ്റ് കുറയും കേട്ടോ. എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിലോ വെയിറ്റ് കൂടും കേട്ടോ. ഫുഡ് ഒരുപാട് കഴിച്ചാലോ വെയിറ്റ് കൂടും കേട്ടോ. ഫുഡ് ഒരുപാട് കഴിച്ചിട്ടില്ലെങ്കിലോ വെയിറ്റ് കുറയും കേട്ടോ. വെയിറ്റ് ആരിലോ ഡിപ്പെൻഡ് ആണ്. പുള്ളിക്കാരന് ഇൻഡിപെൻഡൻസ് എന്നുള്ള സംഭവമേ ഇല്ല. എപ്പോഴും ഒരാൾ ഡിപ്പെൻഡ് ആണ്. അപ്പൊ ഡിപ്പെൻഡന്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഫാക്ടർ. അതൊരു ഫാക്ടർ ആണ്. അത് വേറെ എന്തിനൊക്കെയോ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇവിടെ ഇപ്പം വൈ ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഈ വൈയിൽ ഉണ്ടാകുന്ന മാറ്റം ചിലപ്പോൾ എ കാരണമാവാം, ബി കാരണമാവാം, സി കാരണമാവാം. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ മുകളിൽ എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്? ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സ്വതന്ത്രമായിട്ടുള്ള ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ആളെ ബാധിക്കുന്ന ഒരു ഫാക്ടർ. അപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിൾ ബാധിക്കപ്പെടുന്ന ഫാക്ടറും ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ എന്താ, ബാധിപ്പിക്കുന്നു എന്ന് പറയും. എനിക്ക് ഏതൊക്കെയോ പുതിയ മലയാളത്തിന്റെ പുതിയ പുതിയ ലിപിയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, വാക്കുകളൊക്കെ. അപ്പൊ അതാണ് ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇനിയും സംശയമുള്ളവർ യു കൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ. ഓക്കെ, ഞാൻ വോയിസ് ആയിട്ട് അയച്ചു തരാം. ഫൈൻ. അപ്പൊ അതാണ് എന്ത് ഈ പറയുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻസിലും ഭാഗത്തേക്കൊക്കെ പോവാം. ഓക്കെ, ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അങ്ങനെ വലിയൊരു എന്താ പറയാ, റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഫൈൻ. പിന്നെ അപ്പൊ വേരിയബിൾസ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ റിസർച്ച്, വേരിയബിൾസ് ആർ വാട്ട് യു മെഷർ, മാനിപ്പുലേറ്റ് ഓർ ഒബ്സർവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ്, പാറ്റേൺ ഓർ എഫക്റ്റ് അല്ലെ. അതായത് വേരിയബിൾസ് എന്ന് പറയുമ്പം ഇവിടെ ഇത് രണ്ടും തമ്മിൽ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എക്സ് എന്നുള്ളത് വൈനെ ബാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേരിയബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് നിർബന്ധമാണ് അല്ലെ. അതായത് എക്സ് വൈനെ ബാധിക്കുന്നുണ്ടോ നമുക്ക് എങ്ങനെയാ മനസ്സിലാകുക? എക്സിനെ കുറച്ച് താഴോട്ടേക്ക് ആക്കും, അപ്പോൾ വൈ എന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ താഴോട്ട് വരുന്നുണ്ട്.
എക്സിനെ കുറച്ച് മുകളിലോട്ടാക്കി. അപ്പോൾ അത് എന്ത് ചെയ്തു? വൈനെ കുറച്ച് മുകളിലോട്ടാക്കി. അതായത് ഒരു വേരിയബിള് മറ്റേതിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, അതാണ് ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നത്. അത് നമുക്ക് അതിന്റെ റിലേഷൻഷിപ്പ് അല്ലെ, എക്സും വൈ നമ്മുടെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും വേണ്ടി ഇപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം. അതായത് എക്സ് കൂടുമ്പോൾ വൈ കുറയുന്നു, എക്സൈസ് കൂടുമ്പോൾ വെയിറ്റ് കുറയുന്നു. ഓക്കെ, ഇനി നമുക്ക് വേറെ രീതി പറയാം. ഇനി എക്സ് ഫുഡ് എടുത്താൽ മതി. ഫുഡ് ഒരുപാട് കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് രണ്ടും മുകളിലോട്ടാണ്, ഇത് ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടുമാണ്. റിലേഷൻഷിപ്പ് അത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അങ്ങനെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വേരിയബിൾസ് എന്നുള്ളൊരു ഫാക്ടർ അവിടെ മാൻഡേറ്ററി ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വേരിയബിൾസ് ക്യാൻ ചേഞ്ച് അല്ലെ. അതായത് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? മാറാം. എക്സസൈസിന്റെ മണിക്കൂർ മാറാം, വെയിറ്റ് കൂടുന്നത് കുറയുന്നത് മാറാം. അതെന്തല്ല? കോൺസ്റ്റന്റ് അല്ല, ഒരൊറ്റ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സംഭവമല്ല. വേരിയബിൾ എന്നുള്ള വാക്കിൽ തന്നെ മീനിങ് എന്താണ്? വ്യതിയാനിക്കും. അതിങ്ങനെ വ്യതിയാനിച്ചോണ്ട് നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മൾ റിസർച്ചിലൊക്കെ നമ്മൾ കൂടുതൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റഡി നടത്തിയത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു റിസർച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി ലോജിക്കൽ എക്സാമ്പിൾ ആണ്. അതായത് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഇമ്പൾസീവ് ബൈയിങ് ബിഹേവിയർ കൂടുതലാണെന്ന് പറയണം. ഇമ്പൾസീവ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കും, ഒരു ഒരു ഇമോഷനിൽ വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് ഞാൻ ചിന്തിക്കും, അയ്യോ ഞാൻ എന്തിനാ വാങ്ങിച്ചത്. ഓക്കെ, അപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് സമയം റീൽസുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചിലപ്പോൾ നമുക്കുണ്ടാവും ഒരു പ്രൊഡക്റ്റിന് എപ്പോൾ പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും ഇപ്പോൾ ഓർഡർ ചെയ്താലോ, നമ്മൾ ഓർഡർ ചെയ്യും. അതാണ് ഇമ്പൾസീവ് ബൈയിങ് എന്ന് പറയാം. അപ്പൊ അവിടെ എന്താണ്? സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ ഇമ്പൾസീവ് ബൈയിങ് ബിഹേവിയർ കൂടി. റിലേഷൻഷിപ്പ്, പാറ്റേൺ അല്ലെ, എഫക്റ്റ്, ഇത് നമ്മൾ എന്താ പറയാ? വേരിയബിൾ. അപ്പൊ ഇവിടെ വേരിയബിൾ എന്താണ്? സോഷ്യൽ മീഡിയ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇമ്പൾസീവ് ബൈയിങ് ബിഹേവിയർ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. I hope the concept is clear and concise. Okay, they are used in research to explain phenomena. Okay, ഒരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ചിൽ എന്ത് ചെയ്യുക? പൊതുവെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ വേരിയബിൾസിൽ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ. അതിന്റെ ഒരു കോൺസെപ്റ്റ്, ഒരു കോർ ഐഡിയ എന്താണ് എന്നുള്ളൊരു സംഭവം കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അതിന്റെ അപ്പുറം വേറൊന്നും ഇതിലില്ല. ഫൈൻ. ഇത് നമുക്ക് എന്താണ്? ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വേരിയബിൾസ് ആണ്, ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റും. ഇൻഡിപെൻഡന്റ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായില്ല എന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് എക്സൈസ് എന്തിനെ ബാധിച്ചു? വെയിറ്റിനെ ബാധിച്ചു. ഓക്കെ, എക്സൈസ്, വെയിറ്റ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ദ ഫാക്ടർ, കണ്ടീഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ദ റിസർച്ചർ മാനിപ്പുലേറ്റ്സ് or consider as the cause. ഇത് ബോൾഡ് ആണ്. കോസ്, കാരണമാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എപ്പോഴും ഒരു കാരണമാണ്. പിന്നെ എന്താ പറയുന്നത്? റിസർച്ചർ എന്താ ചെയ്യുന്നത്? മാനിപ്പുലേറ്റ്സ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യം ജിമ്മിൽ പോയപ്പോൾ ഞാൻ 1 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി കുറഞ്ഞു. 2 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്ത് നോക്കി, വെയിറ്റ് കുറച്ചും പാടെ കുറഞ്ഞു. 3 മണിക്കൂർ ഡെയിലി എക്സസൈസ് ചെയ്ത് നോക്കി, വെയിറ്റ് ആകെപ്പാടെ താഴോട്ട് പോയി ഒരു മാസം ആകുമ്പോഴത്തേക്ക്. അപ്പൊ റിസർച്ചർ എന്ത് ചെയ്യാണ്? ഈ ഇൻഡിപെൻഡന്റ് വേരിയബിള് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് ഡിപ്പെൻഡിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതൊരു കോസ് ആണ് അല്ലെ, ഒരു കാരണമാണ്. വെയിറ്റ് കുറയാനുള്ള ഒരു കാരണമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോസ് എന്നുള്ള ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു വേർഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ആണെന്നാണ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ദി കോസ് ഇൻ എ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇതെന്താണ്? കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിലുള്ള കോസ് ആണ് ആര്? ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. ഓക്കെ, യു കൺട്രോൾ ഓർ ചേഞ്ച് ദിസ് വേരിയബിൾ ടു ഒബ്സർവ് ഇറ്റ്സ് എഫക്റ്റ് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ കൺട്രോൾ ചെയ്യാണ്. 1 2 ആക്കുന്നത്, 2 3 ആക്കുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ ഹാഫ് അവർ ആക്കും. എന്നിട്ട് വെയിറ്റ് എന്താണ്? തീരെപ്പാടെ കുറയുന്നില്ല. നമ്മൾ എന്താണ്? അതിനെ കൺട്രോൾ ചെയ്യാണ്, അതിനെ ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് അതിനെ ആ ചേഞ്ച് മാറ്റുന്ന, ആ മാറ്റം സംഭവിക്കുന്ന സമയത്ത് അത് എഫക്റ്റിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ,
ഇറ്റ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ഓൺ ദി എക്സ് ആക്സിസ് ഇൻ ദ ഗ്രാഫ്. ഓക്കെ, ഇത് എപ്പോഴും എന്താണ് എക്സ് ആക്സിന്റെ ഗ്രാഫിലാണ് ഈ സംഭവം ഉണ്ടാവുക കേട്ടോ. സോറി ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ. യാ അല്ലേ? യാ, യെസ്. അപ്പോൾ എക്സ് ആക്സിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ വരച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരുന്ന ആരാണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മനസ്സിലായവർക്ക് കാര്യം ഉണ്ടാവില്ല. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരായിരുന്നു? ഒരു കോസ് ആയിരുന്നു. അപ്പോ ഡിപെൻഡന്റ് വേരിയബിൾ ആരായിരിക്കും? പുള്ളിക്കാരൻ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഔട്ട്കം ആണ്. ഓക്കെ, a dependent variable is the outcome, effect or response that a researcher measure in a study. Its value depends on the changes because of the independent variable. Okay, അപ്പോൾ ഐവിയിൽ ഉണ്ടാകുന്ന ഒരു ഫാക്ടർ കാരണം എന്താണ് ഒരു എഫക്റ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ഔട്ട്കം ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് പറയാം? DV എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇമ്പൾസീവ് ബൈ ബിഹേവിയറിനെ ബാധിക്കുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറയുന്നു, അതുപോലെ ഫുഡ് ഒരുപാട് കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുന്നു. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഔട്ട്കം ആണ്. ഈ പറയുന്ന IV കാരണം ഉണ്ടാകുന്ന ഒരു ഔട്ട്കമിനാണ് നമ്മൾ എന്ത് പറയാം? DV അഥവാ ഡിപെൻഡന്റ് വേരിയബിൾ. പുള്ളിക്കാരൻ എപ്പോഴും എന്താണ്? ആരിലും ഡിപെൻഡിലായിരിക്കും. ഓക്കെ, ഇനി എന്താണ്? അപ്പോൾ ഇതാ ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ദി എഫക്ട് ഓർ റിസൾട്ട് ഇൻ എ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. അല്ലെ, കോസ് എഫക്ട് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ഭാഗത്തുള്ള എഫക്റ്റിനെ അല്ലെങ്കിൽ റിസൾട്ടിനെ നമ്മൾ എന്ത് പറയാം? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, പിന്നെ എന്താണ്? യു ഡു നോട്ട് മാനിപ്പുലേറ്റ് ഇറ്റ് ഡയറക്ട്ലി, യു ഒബ്സർവ് ഹൗ ഇറ്റ് ചേഞ്ചസ്. അല്ലെ, ഇത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതേ മാത്രമേ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, IV മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. DV നമ്മൾ എന്താ ചെയ്യാം? ഈ IV ഉണ്ടാകുന്ന മാനിപ്പുലേഷൻ അനുസരിച്ചിട്ട് എന്ത് മാറ്റാണ് DV സംഭവിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഒബ്സർവേഷനോടെ കണ്ടെത്തുകയാണ്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ഓൺ ദി Y ആക്സിസ് ഇൻ ദി ഗ്രാഫ്. ഓക്കെ, ഞാൻ XY വരയ്ക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ അത് എനിക്ക് ഓർമ്മയില്ല. എക്സ് ഇവിടെ, Y ഇവിടെ. ഞാൻ മാത്സിൽ പണ്ടേ വീക്കായിരുന്നു. ഇവിടെ അല്ല എക്സ് അല്ലേ? ഇങ്ങനെ തോന്നുന്നുണ്ട്. യാ, അപ്പോൾ ഇതെന്താണ്? Y ആക്സിസിലാണ് പൊതുവെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ത് ചെയ്യാം? പൊതുവെ ഗ്രാഫിൽ കൊടുക്കുക. ഫൈൻ. അപ്പോൾ ഒരു കാര്യം ചെയ്തു, എല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷൻസ് വീഡിയോയിൽ വരുമ്പോൾ ഒരു പറയുന്ന ഡയലോഗ് ഉണ്ടല്ലേ, അതായത് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ എഴുതി ഡ്രോപ്പ് ചെയ്യണം. ഫൈൻ, ഓക്കെ, അത് ചെയ്താൽ മതി, പ്രശ്നം കഴിഞ്ഞല്ലോ. യാ, അപ്പൊ ഇതാണ് എന്ത്? ഇൻഡിപെൻഡന്റ് വേരിയബിളും അതുപോലെ ഡിപെൻഡന്റ് വേരിയബിളും. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. അപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലായി, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്ന് മനസ്സിലായി. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനേക്കാൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇവിടെ വരെ പഠിച്ചു കഴിയുന്നതാണ് നിങ്ങളുടെ ലോസിങ് സ്ട്രാറ്റജി. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സംഭവം വരെ പഠിക്കും, പിന്നെ പഠിക്കില്ല. അവിടെയാണ് നിങ്ങൾക്ക് മിസ് ഔട്ട് ആകും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ സംഭവം? നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ ഒരുപാട് പഠിക്കുന്നു, പക്ഷേ എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ്, വേറെ ഒരു സംശയത്തിലില്ല. നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ്, നിങ്ങൾ പഠിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്. നിങ്ങൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് അതിന് ബേസിക് പെരിഫറൽസ് പഠിച്ചു കഴിഞ്ഞിട്ട് നെറ്റിന് പോയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നെറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണെന്ന് അറിയില്ല, ഇൻഡെപ്തിലെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻഡെപ്തിൽ ആഴത്തിലോട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആഴത്തിലോട്ട് പോവാം. എന്താണ് എക്സ്ട്രാനിയസ് വേരിയബിൾ? ഓക്കെ, extraneous variable are any variable other than the independent variable that may influence the dependent variable. Oh my god. അപ്പൊ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിളിനെ നമ്മൾ നേരത്തെ പറഞ്ഞു IV ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് പറയാണ്. അപ്പൊ എക്സ്ട്രാനിയസ് വേരിയബിൾ ആണ്. എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ആരാണ്? ഏതോ ഒരാളാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? IV-ക്ക് പുറമെ DV-യെ ബാധിക്കുന്ന ഒരു വേരിയബിൾ ആണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ എക്സസൈസ് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് എന്ത് ചെയ്യാണ്? കുറയാണ്. അതേ സമയത്ത് ഞാൻ ഡയറ്റും എടുക്കുന്നുണ്ടായിരുന്നു. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഡയറ്റും വെയിറ്റ് കുറയാൻ ഒരു ഫാക്ടർ അല്ലേ? എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു, അതും വെയിറ്റ് കുറയാൻ ഒരു ഫാക്ടർ അല്ലേ? നമ്മൾ ഇവിടെ ഈ പുള്ളിക്കാരനെ മാത്രമാണ് കാണുന്നുള്ളൂ, വിസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അവിടെ വിസിബിൾ അല്ലാത്ത 2-3 ആളുകൾ, മെയിൻ പ്ലെയേഴ്സ് ഈ പറയുന്ന DV-യെ ബാധിക്കുന്നുണ്ട്. ഈ അദൃശ്യ ശക്തികളെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയാം. അതായത് these are the variables other than the independent variable that may influence the dependent variable.
അതായത് ഐ വിക്ക് പുറമെ ഡി വിയെ ബാധിക്കുന്ന വേറെ ഏതൊക്കെയോ വേരിയബിൾ ഉണ്ട്. ആ ഏതൊക്കെയോ വേരിയബിൾ നമ്മൾ എന്ന് പറയാം എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ദേ ആർ നോട്ട് ഫോക്കസ് ഓഫ് ദി സ്റ്റഡി. നമ്മൾ അതൊരിക്കലും ഫോക്കസ് ചെയ്യില്ല. ബട്ട് ക്യാൻ ഇന്റർഫിയർ വിത്ത് ദ റിസൾട്ട് ഇഫ് നോട്ട് കൺട്രോൾഡ്. ഓക്കെ, ഇത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല, അതായത് ഡയറ്റും സ്ട്രെസ്സും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് വെയിറ്റിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്ട്രോങ് വാലിഡ് ആയിട്ടുള്ള റിസൾട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഈ രണ്ടാളുകളും ഇതിനെ എഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരികയാണ്. അപ്പൊ നമുക്ക് എന്തല്ല, അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് എക്സ്ട്രാനിയസ് വേരിയബിൾ നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ എക്സ് തന്നെയാണ് വൈനെ ബാധിച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രോങ് വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. വേറെ സംശയങ്ങളും ഇതിൽ വരാനില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ദേ ക്യാൻ കോൺഫൗണ്ട് ദ റിസൾട്ട് ഇഫ് ലെഫ്റ്റ് അൺകൺട്രോൾഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നത് നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നതാണ് ഇവിടെ പറയുന്നത്. ഫൈൻ. പിന്നെ അതുപോലെ തന്നെ ഇഫ് നോട്ട് കൺട്രോൾഡ് ദേ മേ റെഡ്യൂസ് ദ വാലിഡിറ്റി ഓഫ് ദി സ്റ്റഡി. അവർ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റഡിയുടെ വാലിഡിറ്റിയെ ബാധിക്കുന്ന ഒരു ഫാക്ടർ ആയിട്ട് അവിടെ മാറും എന്നും കൂടി ഈ എക്സ്ട്രാനിയസ് വേരിയബിളിന്റെ ഒരു പ്രശ്നമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഇതിന്റെ അപ്പുറം ഇൻഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആകുക, എന്താണ് ആ വേരിയബിൾ എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റണം അത് എക്സ്ട്രാനിയസ് വേരിയബിൾ ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കോൺഫൗണ്ടിങ് വേരിയബിൾ. കോൺഫൗണ്ടിങ് വേരിയബിൾ, ഓക്കെ. A confounding variable is a specific type of extraneous variable that affects both the independent variable and the dependent variable. Okay, ഐവിനെയും ഡി വിയെയും ബാധിക്കുന്ന ഒരാളാണ് കോൺഫൗണ്ടിങ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ രണ്ടാളുകൾ ആരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞത് ഡിപെൻഡന്റ് വേരിയബിളിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, പുള്ളിക്കാരൻ എന്താണ് എക്സിനെയും ബാധിക്കുന്നു അതുപോലെ വൈനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അവിടെ എന്ത് ചെയ്യാണ് മാറുക. അത് നമ്മൾ എന്ത് പറയാ, കോൺഫൗണ്ടിങ് വേരിയബിൾ. ഓക്കെ, കോൺഫൗണ്ടിങ് വേരിയബിൾ ഈസ് എ എക്സ്ട്രാനിയസ് വേരിയബിൾ ദാറ്റ് എഫക്ട് ബോത്ത് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ എന്നാ പറയുന്നത്. ഫൈൻ. അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ ദ ട്രൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐ വി ആൻഡ് ഡി വി. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതിവിടെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഈ രണ്ട് റിലേഷൻഷിപ്പ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അല്ലെ. ഇനി ഇത് കാരണമാവോ ഇത് കാരണമായിരിക്കും എന്നുള്ള ചോദ്യം നമുക്ക് അവിടെ വരികയാണ്. അപ്പൊ ഇതാണ് എന്ത് കോൺഫൗണ്ടിങ് വേരിയബിൾ. ഓക്കെ, പിന്നെന്താണ് കൺട്രോൾഡ് വേരിയബിൾ. കൺട്രോൾഡ് വേരിയബിൾ എന്നൊരു ഫാക്ടർ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് നോക്കാം. എ കൺട്രോൾഡ് വേരിയബിൾ, സോറി one second, yes, a controlled variable is a variable that is kept constant or unchanged during a study so that it doesn't affect the dependent variable. Researchers control it to ensure that only the independent variable influence the dv. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് എക്സൈസ് വെയിറ്റിനെ ബാധിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെടുക്കുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 20 to 30, 30 to 40, 40 to 50, 50 to 60, ഈ ഏജ് ഗ്രൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഈ എല്ലാവരുടെയും റിസൾട്ട് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് 20 to 30 ഏജ് ഗ്രൂപ്പിലുള്ള ആളുടെ റിസൾട്ട് തന്നെയാണോ നമുക്ക് ഈ എക്സൈസ് ടു വെയിറ്റ് ലോസിൽ വരിക? അല്ലല്ലേ. അതായത് ഓരോ ഏജ് ഗ്രൂപ്പിലും ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാകുക. ചിലപ്പം പ്രായം ഒരുപാടുള്ള ആളുകൾക്ക് എന്താണ് ഈ എക്സൈസ് ഒരുപാട് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവിടെ വെയിറ്റ് ലോസിൽ എന്ത് ചെയ്യില്ല, കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പറ്റണമെന്നില്ല. പക്ഷെ അതേ സമയത്ത് ഒരു 20 മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലെ ആളുകൾക്ക് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പൊ കൺട്രോൾഡ് വേരിയബിൾസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ എന്താണ് റിസർച്ചർ എന്ത് ചെയ്യും, ഒരു ഏജ് ഗ്രൂപ്പ് മാത്രം എടുക്കും, ബാക്കിയൊക്കെ നമ്മൾ ഒഴിവാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഏജ് ഗ്രൂപ്പും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. സോ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കെപ്റ്റ് കോൺസ്റ്റന്റ്, ഈ 20 to 30 മാത്രം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാണ്. അതിലെ കുറവ് അതിലെ കൂടുതൽ നമ്മൾ അവിടെ എടുക്കാൻ പോകുന്നില്ല. അതിനെ കൺട്രോൾ ചെയ്ത് അവിടെ നിർത്തിയിട്ട് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് 20 to 30 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എക്സൈസും വെയിറ്റ് ലോസും മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി നടത്തുകയാണ്. ഓക്കെ,
അപ്പൊ റിസർച്ചർ എന്ത് ചെയ്യുന്നു? അതിനെ കൺട്രോൾ ചെയ്യുന്നു, അതിനെ കോൺസ്റ്റന്റ് ആക്കുന്നു, അതിനെ ചേഞ്ച് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് കൺട്രോൾഡ് വേരിയബിൾസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു വേരിയബിളും കൂടി ഉണ്ട്, ആട്രിബ്യൂട്ട് വേരിയബിൾസ് കേട്ടോ. ഇതും കൂടി ഒന്ന് പറഞ്ഞു പോവാം. ആട്രിബ്യൂട്ട് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ ദാറ്റ് ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇപ്പോ ഒരു ക്യാരക്ടർ, ഇപ്പോ മെയില്, ഫീമെയില്, അതുപോലെ പിന്നെ അതർ. ഓക്കെ, അപ്പൊ ഈ 3 ജെൻഡർ ഉണ്ടാവല്ലോ. ഈ 3 ജെൻഡേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? ജെൻഡർ എന്നുള്ള ഒരു ഐഡന്റിറ്റി കീഴിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കോമൺ ക്യാരക്ടർ കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ള വേരിയബിളിനാണ് ജെൻഡർ എന്നുള്ള, അല്ലെങ്കിൽ ഇതുപോലുള്ള വേരിയബിൾ നമ്മൾ എന്ത് പറയാ? ആട്രിബ്യൂട്ട് വേരിയബിൾ എന്നാണ് പറയാം. ആട്രിബ്യൂട്ട് വേരിയബിൾ, അതായത് ആട്രിബ്യൂട്ട് വേരിയബിൾസ് ആർ ദ ടൈപ്പ് ഓഫ് വേരിയബിൾ ദാറ്റ് ഡിസ്ക്രൈബ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ് ഓർ ട്രേറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഒബ്ജക്ട്. ജെൻഡർ, റിലീജിയൻ, അങ്ങനെ നമുക്ക് അതിനെ പല പേരിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാനുള്ള important types of variables. I hope the concept is clear. Okay, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ you just come to the WhatsApp group and you just ask whatever the problem you have, what are the doubts you have. I'll be always available 24/7 for the to clear your doubts and everything. Yeah, so that's all about today's session. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കോഴ്സിനെ പറ്റി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഇത് ഓൾറെഡി കണ്ടവർക്ക് വൈൻഡപ്പ് ചെയ്ത് പോകാം, അല്ലാത്തവർക്ക് എൻ്റെ കോഴ്സിനെ പറ്റി ഞാൻ ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ബേസിക്സും അതുപോലെ തന്നെ ഓൾഡ് സ്ട്രാറ്റജിയും വെച്ച് പഠിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റിലേക്ക് എത്തിപ്പെടാൻ, JRFിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര എന്താണ് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, കുറച്ചും കൂടി ഇൻ ഡെപ്തിലോട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനൊരു കോഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 മുതൽ 2010 വരെ പിറകോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ എന്ത് ചെയ്തു? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അനലൈസ് ചെയ്തു. ആ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ തന്നെ അവിടെ എടുത്തു വെച്ചു. അപ്പൊ ഈ ടോപ്പിക്സ് ആയിരിക്കും ഞാൻ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 എടുക്കും. അതിൽ എല്ലാ ടോപ്പിക്സും, അതായത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ എല്ലാ ടോപ്പിക്സിന്റെയും PYQs 2026 എടുക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1നെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. ആ ക്വസ്റ്റ്യൻ നമ്പർ 1ൽ പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ ഓപ്ഷൻ 1, 2, 3, 4 ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷന്റെ കോൺസെപ്റ്റ്, സെക്കൻഡ് ഓപ്ഷന്റെ കോൺസെപ്റ്റ്, തേർഡ് ഓപ്ഷന്റെ, ഫോർത്ത് ഓപ്ഷന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? 5 കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? പഠിപ്പിച്ച് തരുന്നതായിരിക്കും. That's my guarantee I'm giving to you. Definitely that is the very, very practical strategy you need. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് എന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലാവും, PYQs ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വളരെ എന്താണ് ധൈര്യത്തിൽ ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ടോപ്പിക്. എന്റെ പിന്നെ കോഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മേജർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് 50 മോക്ക് ടെസ്റ്റുകളാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കിനും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെന്റ് എല്ലാ ടോപ്പിക്സിനും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് മോനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം, ടോപ്പിക് വൈസ് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, എല്ലാ ടോപ്പിക്സിനും ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിന് അടുപ്പിച്ചിട്ട് റിവൈസ് ചെയ്യാനും വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ടോപ്പിക് വൈസ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 24/7 ഡൗട്ട് ക്ലിയറൻസ്. ആ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, എനി കൺഫ്യൂഷൻ, എനി ഡൗട്ട്, യു ക്യാൻ എനി ടൈം യു ക്യാൻ ഗെറ്റ് ഇറ്റ് ടു മീ. ഓക്കെ, എന്ത് സംശയം നിങ്ങൾക്ക് ഞാൻ ഏത് സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത്, ദിസ് മൈ നമ്പർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുക. ഡെയിലി 5 മോക്ക് ടെസ്റ്റുകൾ ഞാൻ ഡെയിലി ഇൻ ദ സെൻസ് ഡെയിലി, ദർ ഇസ് നോ വെക്കേഷൻ ഓൺ ദാറ്റ്. അപ്പോൾ എല്ലാ ഡെയിലി ഞാൻ 5 മോക്ക് ടെസ്റ്റുകൾ വെച്ചിട്ട് ഗ്രൂപ്പിൽ ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ PPTs ഷെയർ ചെയ്യാറുണ്ട്. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. So that's all about today's session. So we'll meet you on the next session with a new topic. Till then, bye. Thank you.